ഹായ്, ഇന്ന് ജൂൺ 13 ലോക ആൽബിനിസം ബോധവൽക്കരണ ദിനം. ആൽബിനിസം എന്ന് പറയുന്നത് ഒരു ജനിതകാവസ്ഥയാണ്. ഇതൊരു രോഗമല്ല. ഇതൊരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുമില്ല. ചർമ്മത്തിനും മുടിക്കും നിറം നൽകുന്ന മെലാനിൻ എന്ന പിഗ്മെന്റിന്റെ കുറവ് മൂലമാണ് ഈ അവസ്ഥയുണ്ടാകുന്നത്. യുണൈറ്റഡ് നേഷൻസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രകാരം വടക്കേ അമേരിക്കയിലും യൂറോപ്പിലും 17,000 മുതൽ 20,000 വരെ ആളുകൾക്ക് ഈ അവസ്ഥയുണ്ട്. ആഫ്രിക്കയിലാണ് ഇതിന്റെ എണ്ണം വളരെ കൂടുതലായിരിക്കുന്നത്. ടാൻസാനിയയിൽ 1400 ഒരാൾക്ക് ഈ അവസ്ഥയുണ്ട്. മെലാനിന്റെ കുറവ് മൂലം സൂര്യപ്രകാശം നേരിട്ടേൽക്കുമ്പോൾ ഇവരുടെ ചർമ്മത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കാം. UN റിപ്പോർട്ടുകൾ പ്രകാരം ആൽബിനിസം ബാധിതർക്ക് മതിയായ ചികിത്സയും സൺസ്ക്രീനും ലഭിക്കാത്തതുമൂലം 30-40 പ്രായത്തിനിടയിൽ വരുന്നവർക്ക് ചർമ്മ അർബുദം അഥവാ സ്കിൻ ക്യാൻസർ എന്ന രോഗം കാരണമുള്ള മരണനിരക്ക് വളരെ കൂടുതലാണ്. ഇവർക്ക് കാഴ്ചശക്തിയും കുറവായിരിക്കും. എന്നാൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളേക്കാൾ ഇവർ നേരിടുന്ന പ്രധാന വെല്ലുവിളി സമൂഹത്തിൽ നിന്നുള്ളതാണ്. ചില സംസ്കാരങ്ങളിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസം മൂലം ഇവർ കടുത്ത ശാരീരിക ആക്രമണത്തിനും മന്ത്രവാദത്തിനും ഇരയാകുന്നുണ്ട്. വിദ്യാഭ്യാസത്തിലൂടെയും കൃത്യമായ ബോധവൽക്കരണത്തിലൂടെയും ഇത്തരം അന്ധവിശ്വാസങ്ങളെ തുടച്ചു നീക്കാൻ യുനെസ്കോ ആഹ്വാനം ചെയ്യുന്നു. നിറത്തിന്റെ പേരിലുള്ള വിവേചനങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം. ആൽബിനിസം ബാധിതർക്ക് നല്ലൊരു അന്തരീക്ഷവും നമുക്ക് സൃഷ്ടിക്കാം. ഇത്തരം കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിനായി ഫോളോ ചെയ്യൂ റേഡിയോ മാറ്റലി. സ്റ്റേ ട്യൂൺഡ്.